Morning. Good morning, ma'am. 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 Good Good morning, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു അത് വായിച്ചു നോക്കി. ടീച്ചർ ഇത് എക്കോ കേൾക്കുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്തല്ലേ? ഞാനിവിടെ പറയാം. അപ്പോഴേക്കും വായിച്ചു കേട്ടോ. വായിച്ചു നോക്കിയോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എക്കോ തന്നെയുണ്ടോ മക്കളെ? ക്ലിയർ ആയില്ലേ ഇപ്പൊ? ഓക്കെ. എക്കോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മ്യൂട്ട് ആക്കി ഇട്ടാൽ മതി കേട്ടോ. അതാണ് മ്യൂട്ട് ആക്കാത്തത് കൊണ്ടാണ് അങ്ങനെ എക്കോ വന്നത് കേട്ടാ. വായിച്ചു നോക്കിയാ? ഓക്കെ, ഞാൻ പറയാം. ആര് വായിച്ചിട്ടില്ലേ? എന്താ വായിച്ചു നോക്കാത്തെ? ഷംന നോക്കിയില്ലേ? നോക്കി മിസ്, ഞാൻ എക്കോ വരുന്നില്ലെന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തോ. ഞാൻ പറയുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. What do you mean by Ayush? What do you mean by Ayush? Adira Dev. Ma'am, Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. ഇതിന്റെ എല്ലാം കൂടെ എക്സ്പാൻഷന്റെ എല്ലാം കൂടെ ഷോർട്ട് ഫോം ആണ് ആയുഷ്. മാം അതാണോ ചോദിച്ചത്? ഹലോ മാം പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്രയും പഠിച്ചുള്ള ആയുഷില് എന്തൊക്കെ പറഞ്ഞത് ആയുഷിനെ കുറിച്ചിട്ട്? The Ministry of
under the government of India. November 9, 2014 ആയുഷ് ഫോം ചെയ്തത്. പിന്നെ ആയുഷ് ഈസ് നെയിം ഡിവൈസ്ഡ് ഫ്രം ആയുർവേദ, യുനാനി, സിദ്ധ. ഓക്കെ, ആയുഷ് ഫോം ചെയ്തെന്നാണ് ഒന്നുകൂടി പറഞ്ഞേ. ആയുഷ് ഫോം ചെയ്തതെന്നാണ് November 9, 2014. ഓക്കെ. ഇനി ആയുർവേദത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആയുർവേദ അശ്വതി, അശ്വതി എന്ന് പറഞ്ഞേ. ആയുർവേദത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചെന്നുള്ളത്? അശ്വതി ഇല്ല. ഉണ്ണിമോൾ, ഉണ്ണിമോൾ ഈ എന്ന് പറഞ്ഞേ. ആയുർവേദത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഉണ്ണിമോളില്ല. ശ്രീഷ്മ, ശ്രീഷ്മിക, രുക്കു, രുക്കു എന്ന് പറഞ്ഞേ. ആരും പറയണില്ലേ? ആർക്ക് പറയാം ആയുർവേദത്തിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന്? ഞാൻ പറയാം മിസ്. പറഞ്ഞോ. ശാരീരികം, ആത്മീയം, നിർണയം ഇതൊക്കെയാണ് ആയുർവേദത്തില്. അത് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. പിന്നെ അതിൻ്റെ അകത്ത് 5 എലമെന്റ്സ് കൊണ്ടാണ് എയർ, ആകാശം, ഭൂമി, വായു, ജലം. അതിനെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഹ്യൂമൻ ബോഡിയില് 3 അടങ്ങിയിരിക്കുന്നു. വാത, പിത്ത, കഫ. അത് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ത്രിദോഷ ഒരളവ് കൂടിയ രോഗങ്ങൾ ഉണ്ടാകും. പിന്നെ നോ സൈഡ് എഫക്റ്റ്, നാച്ചുറൽ എലമെന്റ്സ് ആണ് ആയുർവേദ. വെരി ഗുഡ്. ഇനി അടുത്തത് സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം, വാട്ട് യു മീൻ ബൈ സിദ്ധ സിസ്റ്റം? ആര് പറയും? ഞാൻ പറയാം മാം. പറഞ്ഞോ. സിദ്ധ സിസ്റ്റം എന്ന് പറഞ്ഞത് ആയുർവേദത്തിലെ 5 എലമെന്റ്സ് തന്നെയാണ് ഇതിലുള്ളത്. സിദ്ധ സിസ്റ്റത്തിലും സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. ആ വാക്ക് സിദ്ധ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ദ സിസ്റ്റം ബിലീവ് ദാറ്റ് റൂൾ ഓഫ് 3 കമ്പോണൻസ്. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാത, പിത്ത, കപ്പ എലമെന്റ്സ് തന്നെയാണ്. 3 എലമെന്റ്സ് തന്നെയാണ് ഇതിലുള്ളത്. കമ്പോണൻസ് ആണ് ഇതിലുള്ളത്, എലമെന്റ് അല്ല, കമ്പോണൻസ് ആണ് ഇതിലുള്ളത്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും എന്നാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്. അത്രല്ലേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യണേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് നാച്ചുറോപ്പതി. നാച്ചുറോപ്പതി ബിലീവ് that all diseases arise owing the accumulation of morbid matter in the body, and if scope is given for its removal, it provide cure or relief. നാച്ചുറോപ്പതി പറയുന്നത് മോർബിഡ് മാറ്റർ. എന്താണ് മോർബിഡ് എന്ന് പറഞ്ഞാല്? മോർബിഡ് എന്തായിരിക്കാം മീനിങ് മോർബിഡിന്റെ? മോർബിഡ് മോർബിഡ് മീൻസ് അറിയില്ല ആർക്കും? അറിയോ?
അറിയില്ല. വിഷപദാർത്ഥങ്ങൾ ട്ടോ. മോർബിഡ് മീൻസ് വിഷപദാർത്ഥങ്ങൾ. നമ്മുടെ ശരീരത്തില് അടിഞ്ഞു കൂടി കിടക്കുന്ന, അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഞ്ഞു കൂടിയ, ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്ന മോർബിഡ് അല്ലെ, മോർബിഡ് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നാച്ചുറോപ്പതിയിലൂടെ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എന്താണ്, ഒരു ഓവർ വെയിറ്റ് ഉള്ള ഒരാള്, അയാൾക്ക് എന്താണ് ഭയങ്കര കാലുവേദനയും തണ്ടൽ വേദനയൊക്കെയാണ്. ഇതാണ് വെയിറ്റ് കൂടിയത് കൊണ്ട്. ഇയാള് ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്ത്, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, വെയിറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് രോഗങ്ങള് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നീക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്തു, എക്സസൈസോ അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയി. ജിമ്മിനോ അല്ലെങ്കിൽ എക്സസൈസിനോ പോയി വെയിറ്റ് കുറച്ചു അല്ലെ. അങ്ങനെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ എന്താണ്, അയാളുടെ വെയിറ്റ് കുറയുകയും അയാളുടെ ശരീരത്തിലുള്ള ഫാറ്റ് അല്ലെ, ഈ ഫാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വിഷപദാർത്ഥങ്ങൾ. അയാളുടെ ശരീരത്തിൽ എന്താണ്, ഫാറ്റ് കുമിഞ്ഞു കൂടുന്നത് മൂലമാണ് ഈ ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഈ ഫാറ്റ് കുറയുന്നത് മൂലം എന്താണ്, വെയിറ്റ് ലോസ് ആവുകയും അങ്ങനെ രോഗത്തിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ മനസ്സിലായില്ലേ? ആ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ കൊളസ്ട്രോൾ ഒക്കെ വരാനായിട്ടുള്ള കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനായിട്ട് കാരണം എന്താണ്, ശരീരത്തിലുള്ള ഫാറ്റ് കാരണമാണ് അല്ലെ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ എന്താണ്, നാച്ചുറോപ്പതിയിലൂടെ പറയുന്നത് എന്താണ്, മോർബിഡ് അല്ലെ, വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തില്, വിഷപദാർത്ഥങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്റ്റുകളാണ്. ഫാക്റ്റുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തില് ഡിസീസസുകള്, രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെയാണോ? നാച്ചുറോപ്പതിയിലൂടെ പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥങ്ങൾ മൂലമാണ് നമ്മളുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ? ഓക്കെയാണോ? ഓക്കെ. ഇനി ഹോമിയോപ്പതി. ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്തത് 18th സെഞ്ചുറിയിലാണ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, എക്സ്ട്രാ പോയിന്റ് ആണ്. ഓക്കെ. ഹോമിയോപ്പതി, ഹോമിയോപ്പതി നാച്ചുറോപ്പതി എന്നാണല്ലോ. അപ്പൊ ഹോമിയോപ്പതിയില് എന്താണ്, ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് 18th സെഞ്ചുറീസിലാണ്. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th സെഞ്ചുറി. Homeopathy developed in 18th century. ഇനി who is the father of homeopathy? ആരായിരിക്കും ഫാദർ ഹോമിയോപ്പതിയിലെ? അറിയോ? ഹോമിയോപ്പതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഹാനിമാൻ അല്ലേ, സാമുവൽ ഫാദർ ഓഫ് ഹോമിയോപ്പതി എന്ന് എഴുതാം. നെക്സ്റ്റ് പോയിന്റ്, ഫാദർ ഓഫ് ഹോമിയോപ്പതി, ഒരു ഹൈഫൺ ഇതാ, സാമുവൽ ഹാനിമാൻ. ചെറിയ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ, നോക്കി എഴുതിക്കോളൂ കേട്ടാ, മിസ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്താണ്, ഫാദർ ഓഫ് ഹോമിയോപ്പതി, ഹൈഫൺ ഇതാ, സാമുവൽ ഹാനിമാൻ. ഇദ്ദേഹം എവിടെയാണ് വളർന്നതെന്ന് അറിയോ? ഏത് രാജ്യത്താണെന്ന് അറിയോ വളർന്നത്? ജർമ്മനി. ചെറിയ കമന്റ് ചെയ്തിട്ടുണ്ട്, ജർമ്മനിയില്. ഓക്കെ. ഇദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. ഇദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡോക്ടർ. ഓക്കെ. ജർമ്മനിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്, ജർമ്മനിയിലാണ് വളർന്നത്. പിന്നെ ഇദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇതാ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി is a medical system. Homeopathy and naturopathy is a medical system. Medical system based on the belief
that body can that body can cure itself. Cure itself. Cure itself. Extant എന്ന് പറഞ്ഞിട്ടുള്ളത് കമന്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹോമിയോപ്പതി നാച്ചുറോപ്പതിയാണ് കേട്ടോ. കമന്റ് ചെയ്തിട്ടുണ്ട് മിസ്, നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. 18th century. Second point, father of homeopathy, സാമുവൽ ഹെനിമാൻ. പിന്നെന്താണ്? ഇദ്ദേഹം ജർമ്മനിയിലാണ് വളർന്നത്. പിന്നെന്താണ്? ഇദ്ദേഹം ഒരു ഫിസിഷ്യൻ ആണ്. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി, അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. തേർഡ് പോയിന്റ് മിസ് കമന്റ് ഇട്ടിട്ടുണ്ട്. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി is a medical system based on the belief that body can cure. എന്താണ് ഹോമിയോപ്പതിയിൽ നാച്ചുറോപ്പതിയിൽ പറയുന്നത്? എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഇൻഗ്രീഡിയന്റ് പ്രതിരോധ ശക്തി ഉണ്ട്. അപ്പോ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രതിരോധ ശക്തി എന്തെങ്കിലും അവയെ തടയാനായിട്ട്, പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും എന്താണ് നമ്മുടെ ശരീരത്തില്, ഹോമിയോപ്പതിയിലും നാച്ചുറോപ്പതിയിലും പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, പ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ആ പ്രതിരോധ ശക്തി കാരണം നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഹോമിയോപ്പതിയിലായാലും നാച്ചുറോപ്പതിയിലായാലും നമ്മൾ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 2-3 ദിവസത്തിനുള്ളിൽ അത് കൂടും. ആദ്യം ഒന്ന് രോഗം കൂടും അല്ലെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ഒന്ന് കുറയും അല്ലെ, അസുഖം കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. എന്താണത്? ആ മരുന്ന് നമ്മുടെ ശരീരത്തിനോട് അഡാപ്റ്റ് ആയിട്ട് വന്നതിന് ശേഷമാണ് രോഗം കുറയുന്നത് അല്ലെ, ശരീരത്തിനോട് ഇണങ്ങി ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? തേർഡ് പോയിന്റിൽ അതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ്? നെക്സ്റ്റ് പോർഷൻ ആണ് പറയുന്നത്. നോക്കാം. എന്താണ്? മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ. മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോഡേൺ ട്രീറ്റ്മെന്റ് അറിയാമോ നിങ്ങൾക്ക്? മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അലോപ്പതി, ഇംഗ്ലീഷ് മരുന്നുകളെ ട്രീറ്റ്മെന്റിനെയാണ് മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന സമയത്തും മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സംഭാവനകളാണ് റെയിൽവേ, അതുപോലെ എയർ ട്രാൻസ്പോർട്ട് ഒക്കെ അവരുടെ സംഭാവനകളാണ്. അതുപോലെ തന്നെ എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റവും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇതിനകത്തില്ല, മിസ് എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. The modern allopathic healthcare system in India includes a public sector, private sector, and an informal networks of care providers. എന്താണ്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ എന്താണ്? പ്രൈവറ്റ് എന്തായിരിക്കാം?
പ്രൈവറ്റ് സ്വയാശ്രയം. അതുപോലെ പബ്ലിക് സെക്ടർ. പബ്ലിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗവൺമെന്റ് സെക്ടേഴ്സ്. അതുപോലെ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. അതറിയോ? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഇല്ല. ആതുര സേവന രംഗം. ആതുര സേവന രംഗം. മീനിങ് ആതുര സേവന രംഗം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താണ്, വീൽ ചെയറിലും സ്ട്രക്ചറിലും ഒക്കെ കിടക്കുന്ന രോഗികൾ ഉണ്ടാവില്ലേ, അവരെയൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് കെയർ പ്രൊവൈഡേഴ്സ് വരില്ലേ, ആംബുലൻസ് കെയർ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട് തന്നെ? PDF കാണാൻ പറ്റുന്നില്ലേ? കാണാം. ഓക്കെ. അപ്പൊ എന്താണ് ആതുര സേവന രംഗം അല്ലെ, ആംബുലൻസ് കെയർ, അതുപോലെയുള്ള എക്സാമ്പിളുകളാണ് എന്ത്, നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ് പബ്ലിക് സെക്ടേഴ്സും പ്രൈവറ്റ് സെക്ടേഴ്സും ഒക്കെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആയില്ലേ പോയിന്റ്? ഇനി നെക്സ്റ്റ്, ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം can be categorized into 3 distinct phases. Indian healthcare system 3 distinct phases categorize ചെയ്തിട്ടുണ്ട്. 3 phases category ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇനീഷ്യൽ ഫേസ് അല്ലെ, ഇനീഷ്യൽ ഫേസ് ഉണ്ട്. സെക്കൻഡ് എന്താണ്, സെക്കൻഡ് ഫേസ് ഉണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, തേർഡ് ഫേസിന് പറയുന്നത് തേർഡ് ഫേസ്. ഓക്കെ, തേർഡ് ഫേസ് പോസ്റ്റ് 2000. നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് 1947 to 1983. വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോ ഇനീഷ്യൽ ഫേസിന്റെ ഇയർ എന്ന് പറയുന്നത് 1947 to 1983 ആണ്. Health policy was brought to be based on two പ്രിൻസിപ്പിൾ. എന്താണ് പറയുന്നത്, 2 പ്രിൻസിപ്പിൾ ആണ്. ഇനീഷ്യൽ ഫേസില് 2 പ്രിൻസിപ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്താണ്, none should be denied health care because of the lack of pay. എന്താണ് denied എന്ന് പറഞ്ഞാല്, denied എന്തായിരിക്കാം മീനിങ്? നിഷേധിക്കുക. denied means നിഷേധിക്കുക. denied means നിഷേധിക്കുക. നസ്രി മോൾക്ക് ഏത് പോയിന്റാ പറയാനുള്ളത്? ഏതാ പറയാൻ പറ്റിയത്? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോണ്ടേ. ഓക്കെ, അപ്പോ denied means നിഷേധിക്കുക. അപ്പോ ഫസ്റ്റ് ഇനീഷ്യൽ ഫേസില് എന്താണ്, ഇനീഷ്യൽ ഫേസിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1947 to 1983 ആണ്. അതിനകത്ത് 2 പ്രിൻസിപ്പിൾ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, denied അല്ലെ, denied health care because of the lack of pay. എന്താണ്, പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ സിസ്റ്റം നിഷേധിക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എന്താണ്, പണമില്ലാത്തത് കൊണ്ട് അല്ലെ, ലാക്ക് ഓഫ് പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ കാലത്ത് എന്താണ്, ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വന്നിരുന്ന കാലഘട്ടമാണ് അല്ലെ. അപ്പോ ആ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് എന്താണ്, അടിയാന്മാര്, ജന്മിത്ത വ്യവസ്ഥകളൊക്കെയാണ് നിലനിന്നിരുന്നത് അല്ലെ. ബ്രാഹ്മണരൊക്കെയാണ് മുൻനിരയിൽ ആയിരുന്നത്. പാവപ്പെട്ടവർക്ക് ഇന്നും എന്ത് ഹെൽത്ത് കെയർ നിഷേധിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഈ ജന്മിമാർക്കും അടിയാന്മാർക്കും ബ്രാഹ്മണർക്കൊക്കെയാണ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പാവപ്പെട്ടവർക്ക് എന്താണ് ഹെൽത്ത് കെയർ നിഷേധിക്കുന്ന രീതിയിലായിരുന്നു
ആ ബ്രിട്ടീഷുകാർ വന്ന ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പോളിസിയിൽ മാറ്റം വരുത്തി. ഓക്കെ, എന്താണ് പറഞ്ഞത്? അപ്പോ അവര് ആ പോളിസിയിൽ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്തു? പണമില്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ പണക്കാരനെന്നോ ഇല്ലാതെ പണമില്ലാത്തത് മൂലം അത് ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. എല്ലാവർക്കും തുല്യ അവകാശത്തോടു കൂടി ഇക്വാളിറ്റിയോട് കൂടി എന്ത് കൊടുക്കണം? ഈക്വൽ ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആ പോളിസിയിൽ മാറ്റം വരുത്തി. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ, ഇനി പറയണോ മിസ്? വേണ്ട, പറയണോ ഒന്നുകൂടി? ക്ലിയർ ആയില്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് the statesman to provide health care to the people. This phase shows moderate achievements. എന്താണ്? It is the moral duty of the state. എന്താണ്? അത് അടിയിൽ വരച്ചു വെക്കണം കേട്ടോ. അതാണ് ആ സെക്കൻഡ് പ്രിൻസിപ്പിളിന്റെ മെയിൻ പോയിന്റ്. എന്താണ്? ഹെൽത്ത് കെയർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ എല്ലാ ജനങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. അപ്പൊ ഫസ്റ്റ് ഫേസ് എന്താണ് പറഞ്ഞത്? പണമില്ലാത്തത് മൂലം എല്ലാവർക്കും എന്താണ്? പാവപ്പെട്ടവനെന്നോ അല്ലെ, പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ പണമില്ലാത്തത് കൊണ്ട് ചികിത്സ നിഷേധിക്കാൻ പാടില്ല. സെക്കൻഡ് ഫേസിൽ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഫേസ് ഓക്കെ അല്ലേ? ഫസ്റ്റ് ഫേസ് ഓക്കെ ആണോ? ക്ലിയർ. ഇനി സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസ് ഓഫ് 1983 to 2000. അപ്പൊ സെക്കൻഡ് ഫേസിന്റെ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1983 to 2000 ആണ്. A national health policy was proclaimed. എന്താണത്? വിളംബരം ചെയ്യപ്പെട്ട. ഓക്കെ, നാഷണൽ ഹെൽത്ത് കെയർ പോളിസി വന്നത് 1983 അതാണ് ആ സെന്റൻസ് പറയുന്നത് കേട്ടോ. പ്രൊക്ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളംബരം ചെയ്യപ്പെട്ട. A national health policy was proclaimed for the first time 1983. It pronounced clearly the need to encourage private initiative in the health care service delivery. The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through national health programs. അതാണ് NHPS. ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഇതും. എന്താണ്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ചുരുക്ക രൂപമാണ് കൊടുത്തിരിക്കുന്നത്, NHPs. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ വരച്ചു വെക്കണം കേട്ടോ. അപ്പൊ എന്താണ്? സെക്കൻഡ് ഫേസിലാണ് നാഷണൽ ഹെൽത്ത് കെയർ പോളിസി വന്നു 1983. അതിനുശേഷം എന്താണ്? ഫസ്റ്റ് ഫേസിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് മാറി എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോ അതെന്തായിട്ട് മാറി? ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടി എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ഹെൽത്ത് കെയർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതെന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഗവൺമെന്റ് മാത്രമായാൽ എന്താണ്? കുറെ എക്കണോമിക് പ്രോബ്ലംസും അതുപോലെ തന്നെ എംപ്ലോയീസിനും കുറവും മൂലം ഗവൺമെന്റിന് തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പൊ അവരെന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിനെയും കൂടി
ഇൻക്ലൂഡ് ചെയ്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സെക്കൻഡ് ഫേസിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെ തമ്മിലായിട്ട് മാറി? പ്രൈവറ്റും പബ്ലിക് സെക്ടറും തമ്മിൽ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ ആണോ? എക്കണോമിക് പ്രോബ്ലംസും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ കുറവ് മൂലം ഗവൺമെന്റ് സെക്ടറിന് എന്താണ് കുറേയധികം പ്രോബ്ലംസ് വന്നു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോ ഇവരെന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ ഓരോ ജനങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ അല്ലേ? അതാണ് സെക്കൻഡ് ഫേസിൽ പറയുന്നത്. ഒന്നുകൂടി പറയണം. സെക്കൻഡ് ഫേസിൽ എന്താണ്? നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് 1983 ഇമ്പോർട്ടന്റ് ആണ്. ഇയറും വർഷവും ഇമ്പോർട്ടന്റ് ആണ്. അടിയിൽ വരച്ചെടുക്കണം. പിന്നെന്താണ് സെക്കൻഡ് ഫേസിൽ പറയുന്നത്? ഫസ്റ്റ് ഫേസിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോൾ ഈ ഗവൺമെന്റ് സെക്ടറിന് മാത്രം ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. കാരണം എന്താണ്? കുറെ അധികം എക്കണോമിക് പ്രോബ്ലംസ് വന്നു. പിന്നെ എംപ്ലോയീസിന്റെ കുറവ് മൂലം അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? ഗവൺമെന്റ് സെക്ടറും പബ്ലിക് സെക്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്ലിയർ അല്ലേ? അതാണ് എന്താണ് ഇന്ത്യയിൽ കുറെ കുഗ്രാമങ്ങളുണ്ട് അല്ലെ? ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവിടേക്ക് എന്ത് ചെയ്തു? കുറെ അധികം കുഞ്ഞി ഹോസ്പിറ്റൽസ് വരാനായിട്ട് തുടങ്ങി. അതാണ് സെക്കൻഡ് ഫേസിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ സെക്കൻഡ് ഫേസിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടിയാണ്. അത്രയും ഓർത്താൽ മതി. ആ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസി എപ്പോഴാണ് വിളംബരം ചെയ്തത്? അത് പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആയോ? തേർഡ് ഫേസിലോട്ട് പോട്ടെ. തേർഡ് ഫേസ് പറയട്ടെ. തേർഡ് ഫേസ് പോസ്റ്റ് 2000 2000 മുതൽ ഇപ്പോ വരെയുള്ള കാലഘട്ടമാണ് തേർഡ് ഫേസിന്റെ കാലഘട്ടമായിട്ട് പറയുന്നത്. വിറ്റ്നസിംഗ് the further shift and winding of course, the current phase addresses main issues such as public-private partnership. Important ആണ്. അവിടെ തുടങ്ങിയാണ് കേട്ടോ. Private public partnership, liberalization of insurance sector and the government as financer. ഈ 3 പോയിന്റ് ആണ് തേർഡ് ഫേസിൽ ഇമ്പോർട്ടൻസ്. എന്താണ്? പബ്ലിക് പ്രൈവറ്റ് സെക്ടർ പാർട്ണർഷിപ്പ് വന്നു അല്ലെ? നമ്മുടെ സെക്കൻഡ് ഫേസിൽ പറഞ്ഞു ഹെൽത്ത് കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടി ആയിട്ട് മാറി. അപ്പൊ തേർഡ് ഫേസിലോട്ട് വന്നപ്പോ എന്താണ്? പബ്ലിക് പ്രൈവറ്റ് ഓണർഷിപ്പിലോട്ട് വന്നു അല്ലെ? രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? ഇൻഷുറൻസ് സെക്ടർ വന്നു അല്ലെ? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീനിങ്? Liberalization meaning diagram. ഉദാരവൽക്കരണം കേട്ടിട്ടുണ്ടോ? അപ്പോ ലിബറലൈസേഷൻ വന്നു അല്ലെ? ഇൻഷുറൻസ് സെക്ടർ വരാൻ തുടങ്ങിയല്ലേ? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്? RSBY കാർഡ് കേട്ടിട്ടുണ്ടോ? RSBY കാർഡ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ലേ? അപ്പൊ ആ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. ഇൻഷുറൻസ് സെക്ടറിന്റെ അടുത്ത് എക്സാമ്പിൾ ആയിട്ട് RSBY കാർഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ് RSBY കാർഡ്? എങ്ങനെയാണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? ആരോഗ്യ ഇൻഷുറൻസ് കിട്ടില്ലേ? എങ്ങനെയാണ് രോഗികൾക്ക് കിട്ടുന്നത്? രോഗി അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയ ശേഷം എന്ത് ചെയ്യണം? ആ ബില്ല് എന്ത് ചെയ്യും?
ഇൻഷുറൻസ് കമ്പനിയിലോട്ട് അയക്കും അല്ലെ. അയക്കും എന്ത് ചെയ്യും? ആ ബില്ല് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? അടക്കില്ല അല്ലെ. നമുക്ക് അടയ്ക്കേണ്ട കാര്യമില്ല, അവരടച്ചോളൂ അല്ലെ. ഇൻഷുറൻസ് കമ്പനീസ് അടക്കില്ലേ, അങ്ങനെയല്ലേ? RSBY കാർഡിന്റെ പ്രോസസ് ആണോ? ആരും കേട്ടിട്ടില്ല RSBY കാർഡിന്റെ കാര്യം? ആ, ഓക്കെ. അപ്പോ എന്താണ്? അപ്പോ അങ്ങനെ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഒക്കെ പൈസ അല്ലെ, അങ്ങനെയുള്ള ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലെ. ഗവൺമെന്റ് സെക്ടർ ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് ഒക്കെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് ഗവൺമെന്റ് ആസ് എ ഫിനാൻസർ. ഗവൺമെന്റ് എന്തായിട്ട് മാറി? ഫിനാൻഷ്യർ ആയിട്ട് മാറി. ഇപ്പൊ 3 കാര്യങ്ങളാണ് തേർഡ് ഫേസിൽ പഠിക്കാനുള്ളത്. പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്, അതുപോലെ ലിബറലൈസേഷൻ ഓഫ് ദ ഇൻഷുറൻസ് സെക്ടർ അല്ലെ. RSBY കാർഡൊക്കെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് സെക്ടറിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ എന്താണ്? ദ ഗവൺമെന്റ് ആസ് ഫിനാൻസർ. ഗവൺമെന്റ് ആണ് ഈ പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലെ. ഇൻഷുറൻസ് സെക്ടറിനൊക്കെ എന്താണ്? ഇൻഷുറൻസ് വഴി എന്താണ് നമ്മളെല്ലാം അടയ്ക്കുന്നത്? ഗവൺമെന്റ് അല്ലെ ആ പൈസ അടച്ച് ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ അപ്പൊ അതാണ് പറയുന്നത് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. ഗവൺമെന്റ് ഫിനാൻഷ്യർ ആയിട്ട് മാറി. തേർഡ് പോയിന്റില്, തേർഡ് ഫേസില് ആ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോ എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ 3 ഫേസസുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഇനീഷ്യൽ ഫേസ്, അതിന്റെ പീരീഡ് അല്ലെങ്കിൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1947 to 1983 ആണ്. അതിനകത്ത് 2 പ്രിൻസിപ്പിളിന്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? കടമില്ലാത്തത് മൂലം രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് നിഷേധിക്കാൻ പാടില്ല. പിന്നെ എന്താണ്? സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിയിട്ട് ഹെൽത്ത് കെയർ എല്ലാ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നത്. സെക്കൻഡ് ഫേസിൽ എന്താണ്? ഹെൽത്ത് കെയർ കൊടുക്കുന്നത് ആരൊക്കെ തമ്മിലായി? പ്രൈവറ്റും പബ്ലിക് സെക്ടറും തമ്മിലായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെന്താണ്? തേർഡ് ഫേസിൽ എന്താണ് വരുന്നത്? പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്, അതുപോലെ ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഗവൺമെന്റ് ആസ് ഫിനാൻഷ്യർ. ക്ലിയർ ആയോ? 3 ഫേസും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി the healthcare infrastructure in rural areas been developed as 3-tier system. എന്തൊക്കെയാണ് 3-tier system എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കേട്ടിട്ടുണ്ടോ? സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്നൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഉണ്ട്. ഓക്കെ. സബ് സെന്റർ എന്താണെന്ന് നോക്കാം. ഇത് വായിച്ചു നോക്കിയേ. സബ് സെന്റേഴ്സ് എന്താണെന്നുള്ളത്. ഒരാളെ മിസ്സിന് പറഞ്ഞു തന്നെ വന്നിട്ട് എന്താണ് വായിച്ചിട്ട് മനസ്സിലായി എന്നുള്ളത്. സിമ്പിൾ ആണ്. അച്ഛാ വായിച്ചോ? ശരിയാ. എന്താണ് സബ് സെന്റർ എന്ന് ആര് പറയും?
കേട്ടാക്കട്ടെ. ഒരാളത് പറഞ്ഞതായിരുന്നു മിസ്. എന്താണ് മനസ്സിലായത്? പൂജ പറയോ? എന്താണ് സബ് സെന്റർ എന്ന്? യെസ് മാം. പറഞ്ഞോ മോളെ. റൂറൽ ഏരിയാസിൽ നമുക്ക് ഈ സബ് സെന്റേഴ്സ് ഉണ്ടാവുക. അവർ പ്രൈമറി കെയർ കൊടുക്കാനായിട്ടാണ് മെയിനായിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ സർവീസസ്, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ, ഇതൊക്കെ തന്നെയാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അവിടെ അഡ്മിറ്റ് ചെയ്യൽ ഉണ്ടാവില്ല. പിന്നെ 5,000 ഇൻഡിവിജ്വൽസ് വരെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ മെഡിക്കൽ സർവീസസ്. ഇത് കോംപ്ലിമെന്റ് ചെയ്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ആണ്. പൂജ പറഞ്ഞത് മനസ്സിലായോ? സബ് സെന്റർ എന്താണെന്ന് നോക്കാം. എന്താണ്? റൂറൽ ഏരിയാസിലാണ് ഈ സബ് സെന്റേഴ്സ് ഉണ്ടായിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഹെൽത്ത് സെന്റേഴ്സ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഗ്രാമങ്ങളില് ഹെൽത്ത് സെന്റേഴ്സ് കണ്ടിട്ടില്ലേ? കുട്ടികൾക്ക് കുത്തിവെപ്പൊക്കെ നടത്താൻ പോകുന്ന ആ കേന്ദ്രം കണ്ടിട്ടില്ലേ? അതാണ് സബ് സെന്ററിന് എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചോട്ടോ. അപ്പൊ എന്താണ്? റൂറൽ ഏരിയാസിലാണ് ഈ സബ് സെന്റേഴ്സ് കാണപ്പെടുന്നത്. പിന്നെ എന്താണ്? പ്രൈമറി കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷൻ അല്ലെ? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്മ്യൂണൈസേഷൻ എന്തായിരിക്കാം? കുത്തിവെപ്പ് നടത്തില്ലേ? അതാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സർവീസുകളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്. താൽക്കാലികമായിട്ടാണ് ഇത് നിലനിന്ന് പോകുന്നത്. ടെമ്പററി സ്ട്രക്ചർ ആണ്. എന്താണ്? ദിവസത്തിൽ ഇപ്പോ ആഴ്ചയില് ബുധനാഴ്ചയോ ശനിയാഴ്ചയോ തുറക്കുള്ളൂ. ഇത് അതാണ് ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആഴ്ചയിൽ ചിലപ്പോ 2 ദിവസം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. അതാണ് ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? 1 or 2 കെയർ വർക്കേഴ്സേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. 1 or 2 ആൾക്കാരെ വർക്കേഴ്സേ അവിടെ ഉണ്ടായിരിക്കുന്നുള്ളൂ. പിന്നെ എന്താണ്? 5,000 ഇൻഡിവിജ്വൽസിനാണ് അല്ലെങ്കിൽ 5,000 ആളുകൾക്കാണ് അവിടെ സേവനം അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണോ? എഴുതിത്തരാം കേട്ടോ. നോട്ടായിട്ട് എഴുതിത്തരാം. എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ് എഴുതുന്നുണ്ട് മിസ്. ഇതാക്കി ഫസ്റ്റ് പോയിന്റ് കമന്റ് ഇട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മിസ്. കമന്റ് ഇട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതാം. സബ് സെന്റർ എന്ന് പറഞ്ഞ് എഴുതാം. ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇത് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. Second point, it provides basic medical services like immunization. Third point, it is a temporary structure. It is a temporary structure. Fourth point, employing
1, 2 care worker. 1, 2 care workers. Fifth point, it is serve. It is serve. സേവിക്കുക. It serve. 5,000 people. Clear ആയില്ലേ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് അല്ലെ, ബേസിക് പ്രൈമറി കെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ് സർവീസുകൾ, എന്തൊക്കെ സർവീസ് ആണ്? ഇമ്മ്യൂണൈസേഷൻ, മെഡിക്കൽ സർവീസ്, അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ് അല്ലെ, എന്നും തുറക്കില്ല. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ. പിന്നെ എന്താണ്? 1-2 കെയർ വർക്കേഴ്സ് ഉണ്ടാവും. 5,000 പേഴ്സൺസിനാണ് അല്ലെങ്കിൽ പീപ്പിൾസിനാണ് ഇത് സേവനം ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഹെൽത്ത് സെന്റേഴ്സ്. എഴുതി വെക്കണോട്ടാ. ക്ലിയർ അല്ലേ മിസ് പറഞ്ഞത്? അടുത്തതിനോട് പോട്ടെ. ഓക്കെ, ഇനി എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. അതാര് പറയും? നിങ്ങൾ പറ, നോട്ട് ചെയ്തണം. ഞാൻ പറഞ്ഞേ, ആര് പറയും? മിസ് പേര് വിളിക്കണോ? പൂജ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആര് പറയും? പറഞ്ഞോ. മ്യൂട്ടാണോ? സോറി കേട്ടോ. പറഞ്ഞോ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയതായിരിക്കും. അതിൽ 5 ബെഡ്സ് ഉണ്ടാവും. പിന്നെ 1-2 ക്വാളിഫൈഡ് ഉള്ള ഡോക്ടർമാരുണ്ടാവും. പിന്നെ നേഴ്സും അതേപോലെ മറ്റുള്ള അസിസ്റ്റന്റ് കൂടി 14 പേരടങ്ങുന്ന ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫുകൾ. പിന്നെ സാധാരണ ഇത് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ സബ് സെന്റർ, ഒരു 6 സബ് സെന്ററിന്റെ ഇതായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെന്താണ്? 30,000 പേരൊക്കെ ഉണ്ടായിരിക്കും. സേവനം ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസ് അറിയാലോ? ഔട്ട് പേഷ്യന്റ് അറിയോ? ഔട്ട് പേഷ്യന്റ് ഒപിയില് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. നമ്മുടെ പേരും കാര്യങ്ങളും OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ നിന്ന് ചികിത്സിക്കാത്ത രോഗികളെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചുമയോ പനിയോ ഒക്കെ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവില്ലേ? അങ്ങനെ പേഷ്യൻസുകളെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ കിടന്ന് ചികിത്സിക്കുന്ന രോഗികളെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ്. ഓക്കെ, അപ്പൊ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഒരു സ്മോൾ ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ, 5 ബെഡുകളുള്ള ഒരു സ്മോൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും. 1-2 ക്വാളിഫൈഡ് വർക്കേഴ്സ് ഉണ്ടാകും. അതുപോലെ 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകും. പിന്നെ എന്താണ് പറഞ്ഞത്? 6 സബ് സെന്ററുകളെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ സബ് സെന്റർ ഹെൽത്ത് സെന്റേഴ്സ്, അതിനെയാണ് സബ് സെന്റർ എന്ന് പറയുന്നത്. ഈ 6 സബ് സെന്ററുകളുടെ ഇൻചാർജ് ആര് വഹിക്കുന്നുണ്ട്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഹിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? അവിടെ ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്?
30,000 ജനങ്ങൾക്ക് അവിടെ സർവീസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സർവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നോട്ട് എഴുതാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ മിസ് പറഞ്ഞത്? എക്സ്പ്ലെയിൻ ചെയ്യണോ? യെസ്. നോട്ട് എഴുതാം. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഹെഡിങ് കൊടുത്തേ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. First point, PHCs, PHCs are usually small, about 5 birds. 5 birds. Second point, 1 to qualified doctors. 1 to qualified doctors. Third point, 14 paramedics. 14 paramedics and supporting staffs. And supporting staffs. Fourth point, PHC are in charge of 6 sub-centers. Fifth point, it provide outpatients and inpatient services. Sixth point, it serve 30,000 people. Clear ആയോ? 5 ബെഡ്സുകളാണ് അവിടെ ഉള്ളത്. 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാകും. 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ആയിരിക്കുന്നത്. 6 സബ് സെന്ററുകളുടെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 30,000 പീപ്പിൾസിന് സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ട് മിസ് പോകാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഒരു കാര്യം കൂടിയുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിള് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് PHCസിന് എക്സാമ്പിൾ കേട്ടോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ?
ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് നോക്കാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അതിന് എക്സാമ്പിൾ എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ ഗവൺമെന്റ് കേട്ടിട്ടില്ലേ? അതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിള്. ഓക്കെ. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. പിന്നെന്താണ്? 4 PHPനെ സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ PHP ഇല്ലേ, അതിനെ ഈ കമ്മ്യൂണിറ്റി 4 PHPനെയാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സർവ് ചെയ്യുന്നത്, ഇൻചാർജ് വഹിക്കുന്നത്. ഓക്കെ. അപ്പോ 4 PHCനെ എന്ത് ഇൻചാർജ് വഹിക്കുന്നുണ്ട്? ആര്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. പിന്നെ എന്താണ്? 1,20,000 അല്ലെ, 1,20,000 പീപ്പിൾസിനെ സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് അല്ലെ, 30 ബെഡ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ആസ് വെൽ ആസ് എ ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ. ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളും അവിടെയുണ്ട്. സ്പെഷ്യലിസ്റ്റുകൾ അറിയാലോ, ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഓർത്തോണിക് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഓരോ വിഭാഗത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള 4 സ്പെഷ്യലിസ്റ്റുകളും അവിടെ ഉണ്ടാകും. ക്ലിയർ അല്ലേ? സെക്കൻഡറി ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി സിസ്റ്റർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. 4 PHCനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻചാർജ് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ്? 1,20,000 പീപ്പിൾസിനെ സർവ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് 30 ബെഡുകൾ ഉണ്ടാവും. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, എക്സ്റേ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്തുണ്ടാവും? 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളും അവിടെ ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇങ്ങോട്ട് പറയട്ടെ മിസ്. ഓക്കെ. എക്സാമ്പിൾ എഴുതിയില്ലേ മക്കള്? താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ? അത് എഴുതി വെക്കാം കേട്ടോ. അതാണ് എക്സാമ്പിൾ. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ. സെക്കൻഡറി സെക്ടർ ഓഫ് Indian health care system. Indian health care system. Second point, CHC serve 4 PHC. എന്താണ് മനസ്സിലായില്ലേ? 4 PHCനെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. Third point, it is serve 1,20,000 people. Fourth point, it is supported to have at least 30 birds, operation theater,
laboratory, X-ray, are available in CHC. Fifth point, the team of four medical specialists, Clear അല്ലേ മക്കളെ? Okay. പറഞ്ഞിട്ട് ക്ലിയർ ആയില്ലേ? മിസ് എടുത്ത പോർഷൻസ് മനസ്സിലായില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മക്കൾക്ക്? ഓക്കെ കേട്ടോ. ഈ നോട്ട് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് മിസ് ചെയ്ത് തന്നേക്കണത്. നോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓ അടുത്ത ആഴ്ച വരുമ്പോ പഠിച്ചിട്ട് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, miss.